ഇന്ന് വീട്ടിലുള്ളവരെല്ലാരും കൂടി ചിക്കൻ കറി വെക്കട്ടെ ഗൈസ്. അതിൽ ഞാൻ അരിഞ്ഞെടുക്കുന്ന ആളാണ്. പ്രേക്ഷകനാണ് ഇത് വെക്കണത്. അപ്പൊ ഇത് വെക്കണതൊക്കെ പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇതേ ഒന്ന് കാണാം. ആദ്യം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ. പിന്നെ ഇതേ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല കേട്ടാ. എത്ര സ്പൂൺ കേട്ടാ? ഒരു 1.5 സ്പൂൺ ഇട്ടാ മതി. ഓക്കെ. 1.5 സ്പൂൺ അപ്പൊ ഇട്ടാ. ചിക്കൻ മസാല പിന്നെ മറ്റേ മസാല ഇല്ലേ, മസാല ഏതാ? ഗരം മസാല. ഗരം മസാല. ഗരം മസാല ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് നാശമാവാൻ എടുത്തിട്ടില്ല. സബോളയൊക്കെ നുറുക്കിയിട്ടുണ്ട് ഗൈസ്. വെളുത്തുള്ളി നുറുക്കിയിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകും ഒക്കെ ചതയ്ക്കാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില അരിയാൻ കേട്ടോ. തക്കാളിയൊക്കെ അരിയണ്ട ഗൈസ്. തക്കാളി ഒരെണ്ണം, കുറച്ച് ചിക്കനുള്ളോ. ചിക്കന് ഒരു 2 കിലോന്റെ ഉള്ളിലുള്ള കോഴിയെ കിട്ടിയത്. അപ്പൊ പിന്നെ നൈറ്റിന് എത്രല്ല വേണ്ടോന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു കിട്ടോ. അപ്പൊ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ കേട്ടോ ഗൈസ്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ. പ്രേക്ഷകരുടെ അപ്പുറത്ത് മറ്റേ പൊടികളൊക്കെ ചൂടാക്കട്ടെ ഗൈസ്. അതിന്റെ സൗണ്ടാണ് ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ തന്നെ എളുപ്പപ്പണിക്ക് ഇതിൽ തന്നെ ചതക്കണ്ട ഗൈസ്. ഇടുക്കല്ലൊക്കെ എടുത്ത് ചതയ്ക്കാനുള്ള നേരല്ല ഗൈസ്. രാത്രി 8 മണിയായിട്ടാണ് ഒരാള് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം ഞങ്ങള് വെയിറ്റ് ചെയ്യിപ്പിക്കായിരുന്നു കേട്ടാ. ഇഞ്ചിയൊക്കെ ചതച്ച് എന്താ വേട്ടാ വെളിച്ചെണ്ണൊക്കെ ഒഴിക്കണതൊക്കെ ഇങ്ങ് ഹിന്ദിയിലാണ് കേട്ടോ പറയണത്. അപ്പൊ ഗൈസ് ചിക്കൻ കറിയുടെ സ്റ്റാർട്ട് തുടങ്ങിയിട്ട് ഗൈസ്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മസാല കരയാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലൗവ് ഇട്ടിട്ടുണ്ട്. പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുരുമുളക്, കരയാമ്പൂവ്, പിന്നെ കറുവപ്പട്ട, പിന്നെ നമ്മുടെ ആ എല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇവിടെ കഴുകി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഇത് വേപ്പിന്റെ ഇല ഒക്കെ ഇതാട്ടോ. വേപ്പില സബോള ഇടുന്നു. വേപ്പിന്റെ സബോള ഇടുന്നു. നമ്മള് ഗൾഫിൽ വെക്കുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോ. ഓക്കെ, കുറെ കാലം ഗൾഫിലുണ്ടായിരുന്നതാണ്. അപ്പൊ ഗൾഫിൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന രീതിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല വഴറ്റണം സബോള. ഓക്കെ, ഉപ്പ് കഴിഞ്ഞ ഉപ്പ് എടുത്ത് ഉപ്പ് വാങ്ങിച്ചോണ്ട് എടുത്ത് വെച്ചിട്ടില്ല. ഒരു മിനിറ്റ് എടുക്കാം. ഉപ്പ് കഴിഞ്ഞു ഗൈസ്. ഉപ്പിട്ടൊക്കെ ഇപ്പൊ പൊടിപ്പില്ല. അപ്പൊ പൊടിപ്പ് പേഷായിട്ട് ഇറക്കിയാണ് കേട്ടാ. ഏതൊരു ഭാഗത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കുറവ് ഒഴിച്ചിട്ടുള്ളത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് നല്ല പൊന്നിന്റെ വിലയാണ് ഗൈസ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു കഴിപ്പ് വരുന്നുണ്ട്. എന്നാലും സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേഷയുടെ ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട വേഗം ഒന്നും കൂടി വളല് വേഗാവും. 2 ഹെൽപ്പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. 2 പേര് ഇരിക്കുന്നുണ്ട്. ഒരാള് നല്ല ഉറക്കത്തില. മാമന്റെ അവിടെ നിന്ന് വന്ന ക്ഷീണം കൊണ്ട് നല്ല ഉറക്കട്ടാ ഗൈസ്. തക്കാളി ഇടാൻ കേട്ടോ ഗൈസ്. വേട്ടൻ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമുളകും ഒക്കെ ഒരുമിച്ചിട്ടാണ് ഇട്ടിടുക. സബോള ആയ ശേഷം ആരാധ്യ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേഗം കിടന്നുറങ്ങിയില്ലേ. അതുപോലെ ആരാധ്യക്ക് ഉറക്കം വന്നപ്പോ വേഗം ഉറങ്ങി. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഇതൊന്ന് സെറ്റ് ആയിട്ട് എടുത്ത് വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ വളർന്നാവുണ്ട് കേട്ടോ. അമ്മ ഈ വഴിക്ക് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അമ്മ ചിക്കൻ കറി ആയ കാരണം അമ്മയ്ക്ക് ഇവിടെ റോൾ ഇല്ലാത്ത കാരണം അമ്മ ഹോളിൽ തന്നെ ഇരിക്കുക കേട്ടോ. അമ്മ ചിക്കനൊന്നും കഴിക്കില്ല ഗൈസ്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഇത് ഇവിടെ വെള്ളം കൂടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്.
നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് കായ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇതിലേക്ക് ചിക്കൻ ഇടും. ഇതില് പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികളൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. ചിക്കൻ ഈ സബോളയുടെ റോസ്റ്റില് ചിക്കൻ ഒന്ന് സെറ്റ് ആയ ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ ഇടുള്ളൂ കേട്ടോ. അതൊക്കെ നന്നായി ഇങ്ങനെ ഇളക്കി കേട്ടോ ഗൈസ്. നമ്മൾ ആ സബോളയുടെ റോസ്റ്റിൽ ഇങ്ങനെ ചിക്കൻ നന്നായി ഇളക്കി മൂടി ഇടുക കേട്ടോ. ചിക്കൻ കറിയിൽ വെള്ളം ഒഴിക്കാണ്ട് അച്ഛൻ റോസ്റ്റ് ചെയ്യാറ് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിട്ട് ക്ഷീണിച്ചിട്ട് വെള്ളം കുടിക്കട്ടെ ഗൈസ്. അപ്പൊ ഈ പരുവത്തിൽ ഇങ്ങനെ തിളച്ചിങ്ങനെ വരും കേട്ടോ ഗൈസ്. ആ സമയത്താണ് ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായി നമ്മൾ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു ടൈപ്പിൽ വരണം കേട്ടോ. ആ സമയത്താണ് നമ്മൾ പൊടികളൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടുക ഈ സമയം. അപ്പൊ ഇതേ സ്പൈസസ് ഒക്കെ നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടികള്, നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, അതിന്റെ ചെറിയതായി ചൂടാക്കി വെച്ചതൊക്കെ നമ്മൾ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചിട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി സൂപ്പറായിട്ട് റെഡിയായി ഗൈസ്. ചിക്കൻ കറി ഇതേ ഈ ടൈപ്പിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടാ. ആ വരുന്നു സൂപ്പറായിട്ട് ഇട്ടാ ഗൈസ്. ചിക്കൻ പീസ് ദൈവം എന്തോ നോക്കാൻ വേണ്ടിട്ട് അമൽമോനെ ടെസ്റ്ററെ കൊണ്ട് നോക്കിക്കാട്ടാ. എങ്ങനെ ഉണ്ടാവില്ലട്ടാ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ഉപ്പും പുളിയും ഒക്കെ ഇതിങ്ങനെ നമ്മള് മൂടി തുറന്നിട്ട് നമ്മൾ ഇതിലത്തെ വെള്ളം നമ്മളിങ്ങനെ ഇളക്കി വെള്ളം വറ്റിച്ച് ഇങ്ങനെ റോസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ എടുക്കണം കേട്ടാ. അപ്പോഴതിൻ്റെ ടേസ്റ്റ് അങ്ങനെ സൂപ്പറായിട്ട് സൂപ്പർ ടേസ്റ്റിൽ വരിക കേട്ടോ. കൺസിസ്റ്റൻസി ഒക്കെ മാറി ഇതേ ഇങ്ങനെ റോസ്റ്റ് പോലെ ആയി തുടങ്ങിയിട്ടാ ഗൈസ്. അമ്മ ചിക്കൻ കറി കഴിക്കാൻ ചപ്പാത്തി ചെമ്മീൻ കറി ഉണ്ട് ഗൈസ്. ഉച്ചക്കത്തെ ചെമ്മീൻ കറി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അമ്മക്ക് ചപ്പാത്തി 3 ഉണ്ടാക്കട്ടെ. ഞങ്ങക്ക് ബ്രെഡ് ഉണ്ട്, പിന്നെ ചോറുണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ 3 ഉരുള ബാക്കിയുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത്. അപ്പൊ അമ്മക്ക് ചപ്പാത്തി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇതേ പ്രേക്ഷകന്റെ ചിക്കൻ കറി ഒരു സൈഡിലായി സെറ്റായി തുടങ്ങിയിട്ട് ഇതേ അപ്പൊ അച്ചമ്മക്കുള്ള ചപ്പാത്തി അമലുട്ടൻ സെറ്റ് ആക്കണ്ടിട്ടാ. മറിച്ചിട്ടോ ചിക്കൻ പെരട്ട് പോലെ ഇങ്ങനെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടാ. വേണ്ട പെരട്ട് പോലെ എടുത്തിട്ട് മതി. ഇത് അച്ഛമ്മ കഴിക്കുന്ന പ്ലേറ്റ് ആട്ടോ. അപ്പൊ അതിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് ഇട്ടേക്കാം. അച്ഛമ്മ ചിക്കൻ കഴിക്കാത്ത കാരണം അച്ഛമ്മക്ക് ഒരു മുട്ട ബുൾസൈ സെറ്റാക്കി കേട്ടോ ഗൈസ്. ഇതേ മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടാ. എനിക്ക് വന്നിട്ട് ഇതേ വാങ്ങിച്ചോടുന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കാനുള്ള പരിപാടി കേട്ടോ ഗൈസ്. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഈ ചിക്കൻ പെരട്ടും ചെമ്മീനും മുരിങ്ങക്കായിട്ട കറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അമ്മ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ ചിക്കൻ കറിയും കഴിക്കും. അങ്ങനെ ദേ അമലുട്ടൻ ചോറാണ് കേട്ടോ. അപ്പൊ അമല് ചോറ്, ഒരാൾ ബ്രെഡ്, പ്രേക്ഷയുടെ ബ്രെഡും മീൻകറി ആദ്യം കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.